ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നെവിൻ എന്ത് പൊട്ടനാണ്! പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. ഇങ്ങനെയുണ്ടോ? ഇവർ ഇത്രയും ഉള്ളായിരുന്നോ? ഞാൻ മറ്റേ വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തോണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടക്കുന്നത്, അവൻ ഇറങ്ങി ഓടി. ആദ്യം ബിഗ് ബോസ് പ്രൊവോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദില നൂറ, ഒന്നും പറയാനില്ല, റൈസ് ഓഫ് പൂമ്പാറ്റ. ഇതുവരെ വലിയൊരു പ്ലേ ഒന്നും അവരുടെ ഭാഗത്ത് ഞാൻ കണ്ടില്ല. പ്രത്യേകിച്ച് നൂറയൊക്കെ ആ രീതിയിൽ പ്രൊവോക്ക് ചെയ്തു എന്നുള്ളതാണ്. ആ രീതിയിലൊക്കെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല. അവൻ ഇറങ്ങി ഓടി. അവൻ ആണാണെങ്കിൽ ഇറങ്ങി ഓടാൻ പറഞ്ഞ ഇറങ്ങി ഓടി, നട്ടോടെ ഇറങ്ങി പോകാൻ പറഞ്ഞ അവൻ ഇറങ്ങിപ്പോയി. എന്റെ പൊന്നെ, കിടിലം സാധനം, ഒന്നും പറയാനില്ല. അപ്പൊ നമ്മള് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അതിനുശേഷം ബിഗ് ബോസ് അനുമോളെയും ജിസേലിനെയും കൂടെ കൺഫെഷൻ റൂമിലോട്ട് വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കും. എന്നിട്ട് ഓൾറെഡി പുള്ളിക്കാർ നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഈ സീസൺ കുറെ കാഠിന്യമേറിയ സീസൺ ആണ്, ഇവിടെ കയ്യാങ്കളിയൊന്നും പറ്റത്തില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് അനുമോളെയും ജിസേലിനെയും കൂടെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കും. എന്നിട്ട് വിളിച്ചിട്ട് അനുമോളുടെ ഭാഗം പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ടച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ജിസേൽ വന്നിട്ട് പറയുകയാണ്, അനുമോൾ ഇങ്ങനെ പിടിച്ച് ചുണ്ടില് അമർത്തി ഉരച്ചു, അപ്പോഴാണ് ഞാൻ തള്ളിയത്. സത്യത്തിൽ അനുമോള് ഇങ്ങനെ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. എന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരു ഫോട്ടോ തന്നെ കാണിച്ചതാണ്. അനുമോള് ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്യാൻ ശ്രമിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് ജിസേൽ ഇത് പിടിച്ച് തള്ളുന്നത്. ജിസേൽ ഇവിടെ വാദിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസേൽ അവിടെ ചെയ്തത് ഫിസിക്കൽ അസോൾട്ട് ആണ്. ആ രീതിയിൽ ഒരു തള്ളാണ് അനുമോളെ പിടിച്ച് തള്ളുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസ് ഇവർ രണ്ടുപേരെടുത്തും പറയുന്നുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, നിങ്ങൾ രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ്. സോ അനുമോൾ ആ സമയത്ത് സോറി പറയാനൊക്കെ ജിസൈലിന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ജിസൈൽ ഒരിക്കലും ആ ഒരു സോറി കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. നീ ഇപ്പോ ബിഗ് ബോസിന്റെ മുമ്പിൽ നിന്ന് ഡ്രാമ കാണിക്കുകയാണ്, പ്രേക്ഷകർക്ക് വേണ്ടി നീ ഡ്രാമ കാണിക്കുകയാണ്, നിന്റെ സോറി ഒന്നും എനിക്ക് വേണ്ടെന്നുള്ള രീതിയിൽ ജിസൈലും തിരിച്ച് പറഞ്ഞു നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ഒത്തുതീർപ്പാവാതെ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇതിന് ശേഷമാണ് പരിപാടി. ഇവരെ ആ ഒരു സോഫ സെറ്റിൽ വിളിച്ചിരുത്തിയ സമയത്ത് തന്നെ ആ നോറ നൈസായിട്ട് നെവിന്റെ അടുത്തൊന്ന് എറിഞ്ഞിടുന്നുണ്ട്. നീ ഇറങ്ങി പോവാന്ന് പറഞ്ഞതാണ്, അനുമോളെ എവിടുന്ന് പറഞ്ഞു വിട്ടില്ല, നീ ഇറങ്ങി പോകണം. അങ്ങനെ നെവിൻ ഉറപ്പടിഞ്ഞിറങ്ങിപ്പോ. അപ്പോഴാണ് ഇവർ കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ബിഗ് ബോസ് നെവിനെ വിളിക്കും, നെവിനെ എണീറ്റ് നിൽക്ക്. നെവിൻ എണീറ്റ് അങ്ങോട്ട് നിൽക്കും. എന്നിട്ട് പുള്ളി പറയും, നീ കുറെ നാളായിട്ട് ഇവിടുത്തെ നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും നമ്മൾ കാണുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. അപ്പോഴത്തേക്ക് കയ്യടി, അനുമോൾ നൂറേക്ക് ഭയങ്കര കയ്യടി. എന്നിട്ട് ചോദിക്കും, നീ കുറച്ചു മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഈ ജിസേലിന്റെ അനുമോളിന്റെ വിഷയത്തിൽ ക്യാമറയുടെ മുന്നിൽ, അത് എന്തിനാ നീ പറഞ്ഞേ? അന്നേരം അവിടെ നിന്ന് ഇയാൾ തിത്തിത്തൈ അടിക്കുകയാണ്. എന്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞങ്ങ് എന്താ പറയാ, അതിനെ അങ്ങ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അന്നേരം ബിഗ് ബോസ് ആണ് ആദ്യം മുന്നേ പ്രൊവോക്ക് ചെയ്യുന്നത്. അതല്ലല്ലോ ഞാൻ ചോദിച്ചത്, നീ ചോദിച്ചതിനുള്ള മറുപടി പറ, നീ എന്തിന് അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നോ? അപ്പോഴത്തേക്ക് അയാൾ പറയണ, ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. അതിനകത്ത് ഉറച്ചു നിൽക്കുന്നെങ്കിലും വേണ്ട, കഥ തുറന്നിട്ടുണ്ട്, ഇറക്കി അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. ആരും പ്രതീക്ഷിച്ചില്ല. പുള്ളി പ്ലാൻ ചെയ്തിട്ട് നിന്നത് താനും അപ്പോഴേ തുറന്നു കിട്ട്, ഇറങ്ങി പൊക്കോടെ എന്ന് പറഞ്ഞു. ഒമ്മാതിരി സാധനം. അപ്പോഴത്തേക്ക് എല്ലാരും നെവിന്റെ പുറകെ നടക്കാണ്. നെവിനെ എടാ പോവല്ലടാ, അവള് പ്രൊവോക്ക് ചെയ്യാണ്. ആദിലെന്റെ നൂറ അപ്പോഴത്തേക്ക് ഇതിന്റെ പുറകെ നിന്ന് പ്രൊവോക്ക് ചെയ്യുന്നു. നട്ടലുണ്ട് ഇറങ്ങിപ്പോടാ, പറഞ്ഞ വാക്കിന് വില കാണിക്കണം എന്ന് പറഞ്ഞ അജാതി പ്രൊവോക്കേഷൻ. ഒമ്മാതിരി പരിപാടി. അനുമോള് പേടിച്ചൊരു മൂലയ്ക്ക് മാറി നിൽക്കുകയാണ്. ഇവൻ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവൻ ഇറങ്ങി പോവാണ്. റൂമിലോട്ട് ഓടി പോകുന്നു. അക്ബർ പുറയിലോടുന്നു, അപ്പാനി പുറയിലോടുന്നു, എല്ലാവരും പുറയിലോടുന്നു. നെവിനെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആദിലെ നൂറ എടുത്ത് വന്നിട്ട് ഇവനൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്താണ് വന്നത്, എന്നിട്ട് അതിനെപ്പറ്റി ഇതുവരെ ഒരു അക്ഷരം പോലും നിങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇവൻ പറയുന്നുണ്ട്. ഈ നെവിൻ പറയുന്നുണ്ട് ആദിലെ നൂറ എടുത്തൊക്കെ. ഇതിനു മുമ്പ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം നടന്നിട്ടുണ്ടോ നമുക്കറിയില്ല. ഈ ഒരു സാധനം പറഞ്ഞുകൊണ്ട് ഇവരെടുത്തോട്ട് നെവിൻ ചെല്ലുന്നുണ്ട്. അപ്പോഴും ആദിലെ നൂറ ഭയങ്കരമായിട്ട് ഇവനെ പ്രൊവോക്ക് ചെയ്യാണ്. നാട്ടിലുണ്ട് ഇറങ്ങി പോടാന്ന് പറയുകയാണ്. അങ്ങനെ നെവിൻ ഇറങ്ങി ഓടുകയാണ്. അപ്പാനി പുറയിൽ ഓടുന്നുണ്ട്. ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. ചാടി അപ്പുറത്ത് ഇറങ്ങി പോകുന്നുണ്ട്. ഇവനെ ഇനി പറഞ്ഞു വിടുവോന്നോ അതോ ഇനി തിരിച്ചു കയറ്റുമോ നമുക്ക് അറിയത്തൊന്നുമില്ല. എന്താണെങ്കിലും ഇപ്പോ നിലവിൽ ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാവരും തലയെ കൈവച്ച് നിൽക്കുന്നുണ്ട്. അപ്പാനി എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ജിസയിലും മൂലയ്ക്ക് മാറി ഇരുന്ന് കരയുന്നുണ്ട്. ഷാനവാസ് കാണിക്കുന്ന ഇവൻ മണ്ടനാണ്, ലോക മണ്ടത്തരാണ് ഇവൻ കാണിച്ചത്. അനുമോള് പേടിച്ചൊരു മൂലയ്ക്ക് മാറി നിൽക്കുന്നുണ്ട്. അനുമോള് മറ്റേ പൗഡർ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ വായന്തൊപ്പി പിടിച്ചോട്ട് കരയാണ്. അപ്പോഴത്തേക്ക് ആദില നൂറ് അങ്ങോട്ട് വരും. ആ സമയത്ത് അനുമോള് ചോദിക്കും, അവൻ ഇറങ്ങി പോയോടി? അന്നേരം അവര് പറയും, അവൻ ഇറങ്ങിപ്പോയി.
എനിക്ക് പേടിയാവുന്നുണ്ട്, ഇത് ഞാൻ കാരണമല്ലോ ഇതെല്ലാം ഉണ്ടായത്, ഇവരെല്ലാരും കൂടി ഇനി എന്നെ കൊല്ലത്തില്ലയോ എന്ന് പറഞ്ഞിട്ട് അനുമോൾ സംസാരിക്കുന്നു. അപ്പൊ ആദില പറയുന്നുണ്ട്, നീ കാരണമല്ല അവൻ പോയത്, ആദിലെ നൂറെ കാരണമാണ് അവൻ പോയത്. ഇതിന്റെ പേരിൽ ഏതെങ്കിലും അവന്മാര് നിന്റെ മെക്കെട്ട് കയറാൻ വരുവാണെങ്കിൽ എന്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും തൊടത്തില്ല. അമ്മാതിരി മാസ് ഡയലോഗ്. എന്റെ പൊന്നെ, ഈ പിള്ളേര് പൊളിച്ചെന്ന് പറഞ്ഞുണ്ടല്ലോ, പൊളിച്ചടുക്കി. അടിപൊളി ഗെയിം എന്ന് പറഞ്ഞാൽ അടിപൊളി ഗെയിം. ആ രീതിയിൽ അവനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് പറഞ്ഞു വിട്ടത്. നൂറയ്ക്കൊക്കെ ഇത്രയും സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ ഇന്നാണ് കാണുന്നത്. നൂറയ്ക്ക് ഹെവി പൂമ്പാറ്റകൾ ഓൺ ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. അജാതി പരിപാടി, ഒറ്റയ്ക്ക് നടിച്ച്. എന്നിട്ട് നൂറ പറയുന്നുണ്ട്, ഇവനെ പറഞ്ഞു വിട്ടതിന്റെ പേരിൽ ഒരുത്തനും ഇങ്ങോട്ട് എന്നോട് സംസാരിക്കാൻ വരണ്ട. അവൻ ബിഗ് ബോസിന് ഒരു വില കൊടുക്കാത്ത രീതിയിൽ ഇവന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവനത് ഡിസർവ് ചെയ്യുന്നു. അവൻ മണ്ടനാണ്. അവൻ അക്ബറിനും അക്ബാനിക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സാധനം ഇറങ്ങിപ്പോയത്. അക്ബറും അക്ബാനിയൊക്കെ ഇവർക്ക് നേരെ വരുന്നുണ്ട്, എല്ലാത്തിനും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഷാനവാസ് എന്ന് പറയുന്നുണ്ട്, ഇവൻ മണ്ടനാണ്, ഇവൻ മണ്ടത്തരമാണ് കാണിച്ചത്, ഇവന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതാണ് നീ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിൽ നീ പിടിച്ച് തൂങ്ങരുത്, നിനക്കുള്ള പണി കിട്ടും എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. ഇപ്പൊ ഷാനവാസ് മാത്രമാണ് ആണുങ്ങളുടെ കൂട്ടത്തിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. ഇപ്പൊ എന്നെ ഇവിടെ എല്ലാണ്ണവും കൂടെ മറ്റേ പുകഞ്ഞ കൊള്ളി പുറത്ത് ടാസ്കിനകത്ത് പുറത്താക്കാൻ നോക്കിയതാണ്, ഇപ്പൊ ഒരുത്തിനും രക്ഷിക്കാൻ വന്നില്ലല്ലോ. ഇപ്പൊ ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വീഴാതെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഗെയിമാണ്. അവൻ മണ്ടനാണ്, അവൻ ഇറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദിലെ നൂറും കട്ടയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് അനുമോളും കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അനുമോളും പറയുന്നുണ്ട് അവൻ മണ്ടനാണ്, അവൻ മണ്ടത്തരം കാണിച്ചാണ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് അനുമോളും നിൽക്കുന്നുണ്ട്. ഭയങ്കര നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. അബിയൊക്കെ ഒരു സൈഡിൽ മാറി എന്ന് കരയുന്നുണ്ട്. റെന ചോദിക്കുന്നുണ്ട്, ഈ ബിഗ് ബോസ് എന്തിനാണ് അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പൊ ബിന്നി പറയുന്നുണ്ട്, അവള് കരഞ്ഞിട്ടാണെങ്കിൽ അവള് കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ബിഗ് ബോസ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജിസയിൽ വേറെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, അവൻ ഇന്നലെ ഇവർക്ക് ഈ ആദിലയ്ക്കും നൂറയ്ക്കും ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കൊടുത്താണ്, ഫുഡൊക്കെ കൊടുത്താണ്, അതിന്റെ നന്ദി പോലും ഇവര് കാണിച്ചില്ല എന്നുള്ള തരത്തിൽ ജിസയിൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പാനി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ലവളെയാണ് എടുത്ത് പുറത്തിടേണ്ടത്, അനുമോളെയാണ് എടുത്ത് പുറത്തിടേണ്ടത്. അപ്പൊ ആ സമയത്ത് അക്ബർ അവിടെ ഇരുന്ന് പറയുന്ന, അവള് പുറത്തു പോകത്തില്ല, അവൾക്ക് ബുദ്ധിയുണ്ട്, അവള് കരഞ്ഞാലും അവൾക്ക് ബുദ്ധിയുണ്ട്. ഇമാതിരി കോമഡികളാണ് ഇപ്പൊ ഇവിടെ അരങ്ങേറിയത്. ഇപ്പൊ ലോക പൊട്ടനാണ്, ഇവരിന്ന് തിരിച്ചു കൊണ്ടുവരുമല്ലോ ഒന്നും അറിയത്തൊന്നുമില്ല. നിലവിൽ നെവിൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്. സോ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് അനുമോൾക്കൊന്നും അല്ല, ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ആദില നൂറയ്ക്കാണ്. നല്ല ഒന്നാന്തരം ഗെയിം ചേഞ്ചറാണ്, ഗെയിം ചേഞ്ചിങ് പരിപാടിയാണ് രണ്ടുപേരും അവിടെ നടത്തിയത്. ആദിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവർക്ക് ഇത്ര കാലിബർ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. ഇവരിൽ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞാലോ, ഇവരൊരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ പോലും ഇവർ ഒരു തവണ പോലും ഞങ്ങൾ ഇന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരമൊന്നും വന്നിട്ടില്ല. എല്ലാവരെയും പോലെ അവരങ്ങ് ബിഹേവ് ചെയ്ത് പോവാണ്. അത് വലിയൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനെ ചൂണ്ടിക്കാട്ടിയാണ് നെവിൻ പോകാൻ നേരത്ത് ഇവരുടെ വെക്കെട്ട് കയറാൻ പോയത്. മനസ്സിലായോ? അതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ട് ആദിലേക്കും നൂറയ്ക്കും എന്തായാലും കൊള്ളാം. അടിപൊളി ഒരു പരിപാടിയായിരുന്നു. ഇതൊക്കെയാണ് ഗൈസ് ലൈവിൽ നടന്ന കാര്യങ്ങൾ. കൂടുതൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ വരുന്നതായിരിക്കും. ഇന്ന് വീഡിയോ എടുത്ത് മരിക്കുമെന്നാ തോന്നുന്നു. പണ്ടരും ഇപ്പൊ എത്രാമത്തെ വീഡിയോ ആയി? 4 കണ്ടേ. അപ്പൊ ശരി,